നമസ്കാരം. ലോകത്തിൽ മാധ്യമപ്രവർത്തനം നടത്താൻ ഏറ്റവും അപകടകരമായ സ്ഥലമായി മാറിയിരിക്കുകയാണ് ഗാസ എന്നാണ് കണക്കുകൾ. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം നടന്ന 470 ദിവസം നീണ്ടുനിന്ന ഇസ്രായേലി പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 205 ഫലസ്തീൻ മാധ്യമപ്രവർത്തകരാണ്. ഇതിന്റെ പട്ടിക കഴിഞ്ഞ ദിവസം ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പുറത്തുവിട്ടു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന നരനായാട്ട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരെ ബോധപൂർവം കൊല്ലുകയാണെന്നാണ് മീഡിയ ഓഫീസ് പറയുന്നത്. എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ നിഷേധിക്കുകയാണ്. വിദേശ റിപ്പോർട്ടർമാരെ ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയതാണ്. ഒഴിഞ്ഞു പോകാൻ കൃത്യമായ അറിയിപ്പ് കൊടുത്തിട്ടും ഗാസയിലെ യുദ്ധമുഖത്ത് തുടർന്നവരാണ് കൊല്ലപ്പെട്ടതെന്നും ഇവരിൽ പലരും ഹമാസിന്റെ ജിഹാദികളാണെന്നുമാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ചമഞ്ഞ് ഗാസയിൽ എത്തിയവരിൽ ഏറെയും ഹമാസിന്റെ ജിഹാദികളാണെന്നാണ് ഇവരുടെ ID നോക്കി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്. ഇതിനുവേണ്ടി തട്ടിക്കൂട്ടി മാധ്യമ സ്ഥാപനം തുടങ്ങിയവരും മുമ്പ് തന്നെ അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളിലുള്ളവരും മരിച്ചവരുടെ ലിസ്റ്റിലുണ്ട്. അതുകൂടാതെ ഗാസയിലെ ഔദ്യോഗിക ജേർണലിസ്റ്റുകളിൽ തന്നെ ഒരു വിഭാഗം ജിഹാദിന്റെ ഭാഗമായി പോരടിക്കാൻ എത്തിയവരാണ്. ഒഴിഞ്ഞു പോകണമെന്ന് തങ്ങൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടും കേൾക്കാത്തവരാണ് ഇങ്ങനെ മരിച്ചതെന്നും IDF പറയുന്നതായി ജെറുസലേം പോസ്റ്റ് പത്രം പറയുന്നു. ആഗോളതലത്തിൽ തങ്ങളെ അപമാനിക്കാനുള്ള അജണ്ടയുടെ ഭാഗമായാണ് ഇവർ പ്രവർത്തിച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു. ഉദാഹരണമായി, ആശുപത്രിക്കുള്ളിൽ തുരങ്കം നിർമ്മിച്ച് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തുന്നത് അവർ റിപ്പോർട്ട് ചെയ്യില്ല. പകരം പ്രത്യാക്രമണത്തിൽ ആശുപത്രി തകരുന്നത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പല മാധ്യമപ്രവർത്തകരും ഹമാസിനൊപ്പം തുരങ്കങ്ങളിൽ താമസിച്ചുവെന്ന ഗുരുതര ആരോപണവും IDF മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ കുറേ നിഷ്പക്ഷരായ ജേർണലിസ്റ്റുകളും ഈ യുദ്ധത്തിൽ മരിച്ചുവെന്നത് വാസ്തവമാണ്. അതിന് കാരണം അവരെടുത്ത റിസ്ക് തന്നെയാണെന്ന് ജെറുസലേം പോസ്റ്റ് പത്രം പറയുന്നു. വാർത്ത നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനായി അവർ അപകട മേഖലകളിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നുവെന്നാണ് പറയുന്നത്. പക്ഷേ ഗാസ മീഡിയ ഓഫീസ് ഇതെല്ലാം നിഷേധിക്കുന്നു. മാധ്യമപ്രവർത്തകരെ ധീര രക്തസാക്ഷികളായിട്ടാണ് അവർ കാണുന്നത്. വിശിഷ്ട സേവനത്തിനു ശേഷം രക്തസാക്ഷിത്വം വരിച്ച പത്രപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ഓർത്ത് വളരെ അഭിമാനത്തോടും ബഹുമാനത്തോടും കൂടി എന്ന കുറിപ്പോടെയാണ് മീഡിയ ഓഫീസ് ലിസ്റ്റ് പുറത്തുവിട്ടത്. ഫലസ്തീൻ ആഖ്യാനത്തെ അടിച്ചമർത്താനും സത്യം മായ്ച്ചു കളയാനുമുള്ള ശ്രമത്തിൽ ഇസ്രായേൽ അധിനിവേശ സേന ഈ വീരന്മാരെ കൊലപ്പെടുത്തി. എന്നിരുന്നാലും നമ്മുടെ മഹത്തായ ജനങ്ങളുടെ ഇച്ഛാശക്തി തകർക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് ഓഫീസ് കൂട്ടിച്ചേർത്തു. വിദേശ റിപ്പോർട്ടർമാരെ ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയ ഇസ്രായേൽ ഫലസ്തീൻ പ്രദേശത്തെ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെക്കുന്നത് യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുള്ള സത്യം മറച്ചുവെക്കാനാണെന്നും ആരോപിക്കുന്നു. ബുധനാഴ്ച പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിൽ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് അഥവാ CPJ 2024 റെക്കോർഡ് എണ്ണം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നും അതിൽ 2 ഭാഗത്തിലധികത്തിനും ഇസ്രായേലാണ് ഉത്തരവാദിയെന്ന് പറയുന്നു. സമീപകാല റിപ്പോർട്ടിൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് അഥവാ IFJ 2024 പ്രത്യേകിച്ച് രക്തരൂക്ഷിതമായ വർഷം എന്ന് വിശേഷിപ്പിച്ചു. IFJയുടെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 2024 ഡിസംബർ 10 കണക്കനുസരിച്ച് ജനുവരി 1 മുതൽ ലോകമെമ്പാടുമായി 104 പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ പകുതിയിലധികവും ഗാസയിലാണ്. 2023 ലോകത്ത് കൊല്ലപ്പെട്ട എല്ലാ റിപ്പോർട്ടർമാരിൽ 75% ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം അവസാനത്തിനും ഇടയിൽ കൊല്ലപ്പെട്ടവരാണ്. മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും മോശം വർഷങ്ങളിലൊന്ന് എന്നാണ് 2024 IFJ സെക്രട്ടറി ജനറൽ ആന്റണി ബെലാംഗർ വിശേഷിപ്പിച്ചത്. റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് പുറത്തിറക്കിയ മറ്റൊരു റിപ്പോർട്ടിൽ ഫലസ്തീൻ മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും അപകടകരമായ രാജ്യമാണെന്നും കഴിഞ്ഞ 5 വർഷത്തിനിടെ മറ്റേതൊരു രാജ്യത്തെക്കാളും ഉയർന്ന മരണസംഖ്യയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും പറഞ്ഞു. ഡിസംബർ 1 വരെയുള്ള ഡാറ്റ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.